ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് ഗ്ലേസ് അല്ലെങ്കിൽ ഓറഞ്ച് സിറപ്പിൻ്റെ ഒക്കെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഗ്ലേസ് നമുക്ക് ഓറഞ്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ പുഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ലെയറായിട്ടൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വീട്ടിലുള്ള വെറും 3 ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. ഫുഡ് കളറോ ക്രീമോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് വേണം. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ഓറഞ്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ഓറഞ്ച് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പിഴിഞ്ഞാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ജ്യൂസറൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസറിലിട്ടിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കുരുവും തോലൊക്കെ നന്നായിട്ട് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് ഇരിക്കുന്തോറും കയ്പ്പ് വരും. അപ്പോൾ നമ്മൾ ഈ ഗ്ലേസ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതാ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓറഞ്ച് കുറച്ച് പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സിറപ്പ് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് വെക്കാം. ഇത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി പോവും. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. കാരണം ജ്യൂസിൻ്റെ തന്നെ ആ ഒരു നല്ല കളറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തിക്കാവുന്നുണ്ട്. അപ്പോൾ ഒരുവിധം തിക്കായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. കാര്യം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടയാവും. പിന്നെ ഇത് ഓറഞ്ച് വെച്ചിട്ട് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ പൈനാപ്പിൾ ജ്യൂസോ അതുപോലെ തന്നെ മാംഗോ എല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്ലേസ് തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ച് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഏത് ഫ്രൂട്ട് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയാവും. അതുപോലെ ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മധുരം ഇത്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത് വന്നു കഴിയുമ്പോൾ ദാ ഇതുപോലെയാണുള്ളത്. നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. നമുക്കിത് കേക്കിൻ്റെ മുകളിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ മുകളിലത്തെ ലെയറായിട്ടൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതുപോലെ ഫുഡ് കളറോ ഒന്നുമില്ലാതെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കേക്ക് റെസിപ്പി അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കാണാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്